റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. ന്യൂഡൽഹിയിൽ ധാരാളം ബദൽ സ്രോതസ്സുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പരോക്ഷമായി ഉക്രൈനിലെ അതിക്രമങ്ങൾക്ക് ധനസഹായം നൽകുന്നുവെന്നും അതേസമയം വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ആഴത്തിലുള്ള ഊർജ്ജ സഹകരണത്തിന് അവസരങ്ങൾ നൽകുന്നുവെന്നും വാദിച്ചുകൊണ്ട് റൈറ്റ് ഈ വിഷയത്തെ ധാർമ്മികവും തന്ത്രപരവുമായ ഒരു തിരഞ്ഞെടുപ്പായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനാകില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് പുതിയ നിലപാടുകളിൽ US മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമാണ് അതിനുള്ള പ്രധാന കാരണം. US-ന് മുന്നിൽ കീഴ്പ്പെടാതെ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ മുന്നോട്ടു പോയ സാഹചര്യം വന്നപ്പോഴാണ് ഇന്ത്യക്ക് മുന്നിൽ തല താഴ്ത്താൻ US പ്രസിഡന്റ് ട്രംപും അനുയായികളും തീരുമാനിച്ചത്. ഇപ്പോഴത്തെ ഇന്ത്യയെ ശിക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എണ്ണ വാങ്ങാം, റഷ്യൻ എണ്ണ വാങ്ങരുത്. അതാണ് ഞങ്ങളുടെ നിലപാട്. അമേരിക്കയ്ക്ക് വിൽക്കാൻ എണ്ണയുണ്ട്, അതുപോലെ മറ്റെല്ലാവർക്കും വിൽക്കാനുണ്ട്. ന്യൂയോർക്ക് ഫോറിൻ പ്രസ് സെന്ററിൽ നടന്ന പത്രസമ്മേളനത്തിനിടെ ഒരു ചോദ്യത്തിന് മറുപടിയായി റൈറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്ത് ധാരാളം എണ്ണ കയറ്റുമതിക്കാരുണ്ട്. ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങേണ്ട ആവശ്യമില്ല. വില കുറഞ്ഞതിനാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു. ആരും റഷ്യൻ എണ്ണ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അത് കിഴിവിൽ വിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുസ്ഥിര ഊർജ്ജ സംരംഭങ്ങളിൽ ഇന്ത്യ ഒരു നക്ഷത്രമാണെന്നും എന്നാൽ വില കുറഞ്ഞ എണ്ണ വാങ്ങുന്നതിനും മറുവശത്ത് നോക്കുന്നതിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. വ്ളാഡിമിർ പുടിന്റെ കൈകളിൽ കൂടുതൽ പണം നിക്ഷേപിച്ചു. ചൈന, ഇന്ത്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും അനുവാദമുള്ള റഷ്യൻ എണ്ണ എത്തുന്നുവെന്നും അത് മോസ്കോയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്നും സെക്രട്ടറി അടിവരയിട്ടു. അതാണ് സംഘർഷം. ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്കാർ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ എണ്ണ വിൽപ്പനയിൽ കിഴിവ് നൽകുന്നത് മോസ്കോയുടെ സൈനിക പ്രചാരണത്തിന് ധനസഹായം നൽകാൻ സഹായിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് റഷ്യൻ എണ്ണയുടെ ഇന്ത്യ ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 50%. പ്രകൃതിവാതകം, കൽക്കരി, ആണവ ശുദ്ധമായ പാചക ഇന്ധനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം വികസിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെന്ന് റൈറ്റ്സ് എടുത്തു പറഞ്ഞു. ഞാൻ ഇന്ത്യയുടെ വലിയ ആരാധകനാണ്. ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. കൂടുതൽ ഊർജ്ജ വ്യാപാരവും ഇന്ത്യയുമായി മുന്നോട്ടും പിന്നോട്ടും കൂടുതൽ ഇടപെടലുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു. തന്റെ ആദ്യകാല ഭരണകാലത്തെക്കുറിച്ച് റൈറ്റ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ എന്റെ ആദ്യകാലങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയുമായി ഇടപഴകുന്നതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അമേരിക്കയുടെ അതിശയകരമായ സഖ്യകക്ഷി, അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ, പൗരന്മാരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഊർജ്ജ ആവശ്യകത അതിവേഗം വളരുന്ന ഒരു സമൂഹം, അതേസമയം ദേശീയ താൽപര്യം, വിപണിയിലെ ചലനാത്മകതയും അനുസരിച്ചാണ് ഇന്ത്യ തങ്ങളുടെ ഊർജ്ജതന്ത്രം നയിക്കുന്നതെന്നും വാദിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ വിതരണം പരിമിതപ്പെടുത്തിയതിനെ തുടർന്ന് വിലക്കുറവുള്ള റഷ്യൻ എണ്ണയിലേക്ക് തിരിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയും പങ്കുവയ്ക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതായി വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഗോള ഊർജ്ജ വ്യാപാരത്തിൽ ന്യൂഡൽഹിയെ ഒരു അതിശയകരമായ സഖ്യകക്ഷിയായും പ്രധാന പങ്കാളിയായും വാഷിംഗ്ടൺ കാണുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.